രാഷ്ട്രീയത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള പോരാട്ടം അതിന്റെ പാരമ്യത്തിലെത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും തമ്മിലുള്ള വാക്പോര് ഇപ്പോൾ പുനർജനി പദ്ധതിയിലെ അഴിമതി ആരോപണങ്ങളെ കേന്ദ്രീകരിച്ച് പുതിയ തലങ്ങളിലേക്ക് വികസിച്ചിരിക്കുന്നു. തനിക്കെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയുടെ നീക്കത്തെ പരിഹാസത്തോടെ നേരിട്ട വി.ഡി. സതീശന്റെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വേദികളിലും തരംഗമാവുകയാണ്. വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച് എന്നെ പേടിപ്പിക്കാമെന്ന് വിചാരിക്കേണ്ട, പേടിച്ചു പോയെന്ന് പിണറായി വിജയനോട് പോയി പറഞ്ഞേക്ക് എന്ന സതീശന്റെ വെല്ലുവിളി കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റെടുത്തു കഴിഞ്ഞു. കേരളത്തിലുടനീളം ഈ വാചകങ്ങൾ ഉൾപ്പെടുത്തിയ ഫ്ലെക്സുകൾ ഉയരുന്നത് മുഖ്യമന്ത്രിയോടുള്ള പ്രതിപക്ഷത്തിന്റെ പരസ്യമായ യുദ്ധപ്രഖ്യാപനമായാണ് വിലയിരുത്തപ്പെടുന്നത്. 2018 മഹാപ്രളയത്തിന് ശേഷം പറവൂർ മണ്ഡലത്തിലെ ജനങ്ങളെ പുനരധിവസിപ്പിക്കാനായി വി.ഡി. സതീശൻ വിഭാവനം ചെയ്ത പദ്ധതിയായിരുന്നു പുനർജനി. ഈ പദ്ധതിക്കായി വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഫണ്ട് ശേഖരിച്ചതിൽ വിദേശ സംഭാവന നിയന്ത്രണ നിയമം ലംഘിക്കപ്പെട്ടുവെന്നാണ് പ്രധാന ആരോപണം. ചാലക്കുടി സ്വദേശിയുടെ പരാതിയെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിജിലൻസ് അന്വേഷണത്തിന് അനുമതി നൽകിയതോടെയാണ് വിവാദം പുകഞ്ഞത്. എന്നാൽ ഈ നീക്കത്തെ രാഷ്ട്രീയ വേട്ടയാടൽ എന്നാണ് പ്രതിപക്ഷം വിശേഷിപ്പിക്കുന്നത്. മാസപ്പടി വിവാദം, സ്വർണ്ണക്കടത്ത് തുടങ്ങിയ വിഷയങ്ങളിൽ സർക്കാർ പ്രതിരോധത്തിലായപ്പോൾ ജനശ്രദ്ധ തിരിച്ചുവിടാനാണ് പഴയൊരു വിഷയം കുത്തിപ്പൊക്കിയതെന്നാണ് സതീശന്റെ വാദം. ഈ വിവാദത്തിൽ നിർണായകമായൊരു പുതിയ വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നത് മണപ്പാട് ഫൗണ്ടേഷനെതിരെയുള്ള വിജിലൻസ് ശുപാർശയിലൂടെയാണ്. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മണപ്പാട് ഫൗണ്ടേഷന്റെ സാമ്പത്തിക ഇടപാടുകളിൽ ദുരൂഹതയുണ്ടെന്നും അതിനാൽ സിഇഒ അമീർ അഹമ്മദിനെതിരെ CBI അന്വേഷണം വേണമെന്നുമാണ് വിജിലൻസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. വിദേശ പണം NGOയുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയതിലും അത് വിനിയോഗിച്ചതിലും FCRA നിയമങ്ങളുടെ ലംഘനം നടന്നോ എന്ന് പരിശോധിക്കാൻ CBIക്ക് സാധിക്കുമെന്നാണ് വിജിലൻസിന്റെ നിലപാട്. എന്നാൽ ഇതേ റിപ്പോർട്ടിൽ വി.ഡി. സതീശനെതിരെയുള്ള ആരോപണങ്ങൾക്ക് കഴമ്പില്ലെന്നും സൂചിപ്പിക്കുന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. വിജിലൻസ് ഡയറക്ടർ ആഭ്യന്തര വകുപ്പിന് നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പുകൾ പുറത്തു വന്നതോടെ സർക്കാരിന്റെ വാദങ്ങൾ ദുർബലമാവുകയാണ്. വി.ഡി. സതീശന്റെ വ്യക്തിപരമായ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിദേശത്തു നിന്ന് പണം വന്നതിന് യാതൊരു തെളിവുമില്ലെന്ന് വിജിലൻസ് കണ്ടെത്തിയിരിക്കുകയാണ്. പദ്ധതിയുടെ ഫണ്ട് സതീശൻ നേരിട്ട് കൈകാര്യം ചെയ്തിട്ടില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സ്പോൺസർമാർ വഴി നേരിട്ടാണ് വീടുകൾ നിർമ്മിച്ചു നൽകിയെന്ന സതീശന്റെ മുൻപത്തെ വാദങ്ങളെ ശരിവെക്കുന്നതാണ് ഈ കണ്ടെത്തൽ. കൂടാതെ ഈ കേസിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്ന നിയമോപദേശം മറികടന്നാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. സർക്കാരിന്റെ പക്കൽ കൃത്യമായ നിയമോപദേശം ഉണ്ടായിരുന്നിട്ടും രാഷ്ട്രീയമായി പ്രതിപക്ഷ നേതാവിനെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയാണ് ഈ കേസ് സജീവമായി നിലനിർത്തുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. മണപ്പാട് ഫൗണ്ടേഷന് വിദേശ ഫണ്ട് കൈകാര്യം ചെയ്യാൻ അനുമതിയുണ്ടെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ CBI അന്വേഷണത്തിലുള്ള ശുപാർശ എത്രത്തോളം നിലനിൽക്കും എന്നതും ഒരു ചോദ്യചിഹ്നമാണ്. എങ്കിലും ഒരടി പിന്നോട്ടില്ല എന്ന സതീശന്റെ നിലപാടും അതിനെ പ്രതിരോധിക്കാൻ മുഖ്യമന്ത്രിയുടെ നീക്കങ്ങളും വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തെ കൂടുതൽ പ്രക്ഷുബ്ധമാക്കും. അന്വേഷണങ്ങൾ നടക്കട്ടെ എന്നും താൻ എന്തിനും തയ്യാറാണെന്നുമാണ് സതീശന്റെ വെല്ലുവിളി. ഇത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ UDF പ്രധാന ആയുധമാക്കുമെന്നതും ഉറപ്പാണ്.